നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ പറഞ്ഞു പോകുന്ന ടോപ്പിക്സ് KS-നും ഈക്വലി ഇമ്പോർട്ടൻറ്റും പിന്നെ സിലബസിൽ തന്നിട്ടുള്ളതും ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരള അഡ്മിനിസ്ട്രേഷൻ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ഭരണവും ഭരണരംഗങ്ങളും എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആ സിലബസിൽ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ തീർത്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് സിലബസിന്റെ പോർഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ടോപ്പിക്കാണ് കേട്ടോ. ആ സെക്ഷനിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനെ പറ്റിയിട്ട് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാലും എങ്ങനെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാലും നമ്മൾ അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലേക്ക് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും ക്ലാസ്സുകൾ പോകാനും പോകുന്നത്. അതേ സ്റ്റാൻഡേർഡോടുകൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സുസ്വാഗതം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എല്ലാവരും നോട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം പഠിച്ചു ഇപ്പോൾ പറയുന്ന കാര്യം പോയിന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആർ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഹാവ് പവർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫ് ലോ ബട്ട് നോട്ട് കോർട്സ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹാസ് പവർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫ് ലോ. അതായത് എൻഫോഴ്സ്മെന്റ് ഓഫ് ലോ, അതായത് ലോയുടെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്നാൽ അത് കോടതികളല്ല. അപ്പം അത് ഒന്നാമത്തെ പോയിന്റാണ്. സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കോടതിക്ക് സാമ്യമുള്ളതാണ്, എന്നാൽ ശരിക്കുമുള്ള കോടതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പം എൻഫോഴ്സ്മെന്റ് ഓഫ് ലോ അതിൻ്റെ ഒരു പരിധിയിൽ വരുന്നുണ്ട്. എന്നാൽ കോടതികളല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്താ എന്ന് പറയുന്നത് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പോയിന്റ് വൈസ് അല്ലാത്ത രീതിയിൽ ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മളൊരു സ്പെഷ്യൽ കാറ്റഗറി, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രമായിട്ട് ഒരു അന്വേഷണം നടത്താനായിട്ട് നമ്മൾ ഇപ്പം പേഴ്സണലി ഇപ്പം എനിക്ക് പരിസ്ഥിതിയെ പറ്റിയിട്ടൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അവിടെ ഞാൻ കോമൺ ആയിട്ട് പോയിട്ട് ഒരു കോടതിയെ സമീപിക്കുന്നതിനേക്കാളും നല്ലത് അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പരിസ്ഥിതിയെ പറ്റിയിട്ട് അറിയാവുന്ന എക്സ്പേർട്ടുകളുള്ള ഒരു പാനൽ എനിക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ പ്രശ്നം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ഒരു ലീഗൽ റൈറ്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അങ്ങനല്ലേ? അപ്പൊ അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഈ പരിസ്ഥിതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ അറിയാവുന്ന ആൾക്കാരായിരിക്കണം. അപ്പം അങ്ങനെ രീതിയിൽ ഹെൽപ്പ് ചെയ്യത്തക്ക ആ ഒരു പൊസിഷനിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ബോഡിയാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. അതായത് ഒരു കോർട്ട് എന്ന് പറയുമ്പം ഒരു കോമൺ ആയിട്ട് നമ്മൾ എന്നിട്ട് എല്ലാ കേസുകളും പറയുന്ന ഒരു സ്ഥലമാണ് അല്ലേ? അപ്പോൾ എല്ലാ കേസുകളും പലതരത്തിൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഈ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത് കോടതിക്ക് സാമ്യമുണ്ട്, പക്ഷെ കോടതിയല്ല. ഇവിടെ പ്രത്യേകിച്ച് എന്ത് കാണുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ സ്പെസിഫിക് ഏരിയയിലേക്കാണ് ഈ ക്വാസി ജുഡീഷ്യൽ ബോഡിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നേച്ചറിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനില്ലേ, അപ്പം അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പം ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ എക്സ്പേർട്ട് ആയിരിക്കും അതിൻ്റെ പാനലിനകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇപ്പം നേച്ചറിൻ്റെ കാര്യം പറഞ്ഞു, ഉപഭോക്താവിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് സിവിൽ സർവൻസിൻ്റെ കാര്യം, അതായത് നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ ജോലി ചെയ്യുന്ന സിവിൽ സർവൻസ് ഉണ്ടല്ലോ, അവരുടെ ഏജിൻ്റെ പ്രശ്നത്തിനകത്ത് എനിക്ക് കുറച്ച് പരാതികളുണ്ട്. അപ്പം അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുണ്ട്. അപ്പോൾ ഓരോന്നിനും ഒരു സ്പെഷ്യൽ ഏരിയയിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കോടതിക്ക് സമയമില്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ കോടതിയിൽ ഇഷ്ടംപോലെ കേസുകൾ വരുന്നുണ്ടല്ലോ, ഈ കേസുകളെല്ലാം കൂടെ കോടതിക്ക് കൈകാര്യം ചെയ്യാൻ സമയമില്ലാത്ത വരുമ്പോൾ പെൻഡിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ബോഡിയാണെന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്, കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ് ഒരു ചുരുക്കം, അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. These bodies can inquire, investigate, summon and award legal penalties to any administrative agency. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം കോടതിക്ക് പെൻഡിങ് വരുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കോടതിക്ക് കുറച്ചുകൂടെ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനോട് കൂടിയിട്ട് വിധി പറയണം. അപ്പോൾ ആരെ വെക്കും? ക്വാസി ജുഡീഷ്യൽ ബോഡിയെ വെക്കും അല്ലേ? അപ്പോൾ ഈ പാനലിനകത്ത് എക്സ്പേർട്സ് കാണും, അതാത് സബ്ജക്റ്റിൻ്റെ എക്സ്പേർട്സ് കാണും. അവരുടെ കയ്യിലായിരിക്കും ഈ കേസ് വരാൻ പോകുന്നത്. ഈ ക്വാസി ജുഡീഷ്യൽ ബോഡിക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഇതിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള അധികാരമുണ്ട്. വേണമെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, അത് ഇൻക്വയറി നടത്താം, വേണമെങ്കിൽ നമുക്ക് ശിക്ഷ വിധിക്കാം.
അതായത് ഇവർക്ക് ഈ പാനലിന് ശിക്ഷ വിധിക്കുകയും ചെയ്യാം. പക്ഷെ ഒറ്റ പോയിന്റ് ഓർത്ത് വയ്ക്കുക, ഇത് ജുഡീഷ്യൽ റിവ്യൂവിന് പോയാൽ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? എന്താണ്? നമുക്ക് ഇവിടെ ശിക്ഷ വിധിച്ചു, ഇപ്പം എനിക്ക് കുറച്ച് പരാതി ഉണ്ടായിരുന്നു, ആ പരാതിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ക്വാസി ജുഡീഷ്യൽ ബോഡി ശിക്ഷ വിധിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അവർ ശിക്ഷ വിധിച്ചു. പക്ഷെ ആ ശിക്ഷ വിധിച്ച ആൾക്ക് എവിടെ പോകാം? ഒന്നുകിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയിട്ട് അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരിക്കലും ഫൈനൽ ആയിരിക്കില്ല. ഇവർ ചെയ്യുന്ന ആ ഒരു ശിക്ഷയുണ്ടല്ലോ അതൊരിക്കലും ഫൈനൽ ആയിരിക്കില്ല. അത് ആലോചിച്ചേക്കുക. അപ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് നടത്താം, ഇൻക്വയറി നടത്താം, സമ്മൺ ചെയ്യാം, അതുകൂട്ട് എന്തെങ്കിലും ഫൈൻ അടയ്ക്കാനായിട്ട് പറയാം അല്ലെ. അവാർഡ് പെനാൽറ്റീസ്, ലീഗൽ പെനാൽറ്റീസ് ടു എനി അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി. ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസി, ഇപ്പം ഒരു പേഴ്സൺ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ പരാതി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിക്കെതിരെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് മേലെ ഇവർക്ക് പെനാൽറ്റീസോ എന്ത് വേണമെങ്കിലും ശിക്ഷ വിധിക്കാനും എല്ലാത്തിനുമുള്ള അധികാരം ഉണ്ട്. പക്ഷെ അപ്പോഴും ഓർക്കുക, ഇവർ എന്തല്ല, കോടതികൾ അല്ല. ഇവരുടെ ആ ഒരു എന്താണ് സമ്മൺ അല്ലെങ്കിൽ വിചാരണ ചെയ്ത കുറ്റം വിധിക്കുന്നവർക്ക്, ഇവർക്ക് സാക്ഷിയായിട്ടൊക്കെ ആൾക്കാരെ വിളിച്ച് വിചാരണ നടത്താം. കുറ്റം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ് ശിക്ഷ വിധിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അത് ഫൈനൽ അല്ല. ആ പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇവർ ഫോളോ ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. എന്തായാലും എല്ലാവരും അടിസ്ഥാനമായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ക്വാസി ജുഡീഷ്യൽ ബോഡീസും ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ലോയോ അല്ലെങ്കിൽ അമെൻമെന്റ്സ് അങ്ങനെ ഒന്നും ഇവർക്ക് ചേഞ്ച് ഒന്നും വരുത്തിയിട്ട് ഈ പുതിയ ശിക്ഷ ഒന്നും വിധിക്കാനൊന്നും നോക്കില്ല. ഇവരെന്ത് ഫോളോ ചെയ്യും? പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് മാത്രം ഫോളോ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ പവർ ഓഫ് സിവിൽ കോർട്ടിന്റെ പവറോടുകൂടിയായിരിക്കും ഇവർ പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് നല്ല രീതിയിലുള്ള കേസ് നടത്തിക്കൊണ്ട് പോക്കൊന്നും ഇവരെ കൊണ്ടൊക്കില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് അത് ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് ഓർത്ത് വെക്കാം, സിമിലർ ടു ലോ ഇമ്പോസിംഗ് ബോഡീസ്. ഇപ്പം ഞാൻ പറഞ്ഞു ലോ ഇമ്പോസിംഗ് ബോഡിക്ക് അല്ലെങ്കിൽ കോടതിക്ക് സിമിലർ ആണ്, പക്ഷേ കോടതികളല്ല. രണ്ട്, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. എന്താണ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ക്വാസി ജുഡീഷ്യൽ ബോഡി പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ കമ്മീഷൻ, അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ? അതായത് ഇലക്ഷൻ കമ്മീഷന്റെ പരമായിട്ട് വരുന്ന പരാതികൾ, ഇപ്പോൾ ഒരാൾ ഇലക്ഷന് നിന്നു, അയാൾ ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെയുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നത് ഇവരായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ എന്തെങ്കിലും വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ടല്ലോ, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള വാട്ടർ ഡിസ്പ്യൂട്ട്, അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയെ അപ്പോയിന്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള പല സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ക്വാസി ജുഡീഷ്യൽ ബോഡി പ്രവർത്തിക്കുന്നു. കൂടുതൽ ഹെൽപ്പ് കോർട്സ്, ഇപ്പോൾ പറഞ്ഞതുകൂട്ട് തന്നെ ഒരുപാട് പെൻഡിങ് കേസുകൾ വരാറുണ്ട്. ആ സമയത്ത് കോടതിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാസി ജുഡീഷ്യൽ ബോഡി ശ്രമിക്കുന്നു. ജുഡീഷ്യൽ റിവ്യൂ, അത് ഓർത്ത് വെച്ചേക്കുക എപ്പോഴും. ഇവരുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇവരുടെ ശിക്ഷ വിധിക്കുന്നത് ഒരിക്കലും ഫൈനൽ അല്ല. ഈ ശിക്ഷ വിധിച്ച ആൾക്കാർക്ക് എവിടെ പോവാം? ഹൈക്കോടതിയോ, ജില്ലാ കോടതിയല്ല, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പിന്നീട് ഈ ശിക്ഷയ്ക്ക് അപ്പീൽ പോകാനായിട്ട് സാധിക്കും. ദെൻ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഏരിയയിലും എക്സ്പേർട്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെബി എന്ന് പറയുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്ന സെബി ഉണ്ടല്ലോ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ്. ആ സെബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഇത് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, ഫിനാൻഷ്യൽ ഏരിയ ആണല്ലോ ഇന്ത്യയുടെ. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന എക്സ്പേർട്സ് ആയിരിക്കും. അതായത് എക്കണോമിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ്, ഇപ്പോൾ മാർക്കറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, നമ്മളൊരു പരാതി, അങ്ങനെ ഒരു പരാതി വന്നു, ആ സമയത്ത് മാർക്കറ്റിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് അറിയാവുന്നവര്, എക്കണോമിക് കാര്യങ്ങൾ രാജ്യത്തിൻ്റെ അറിയാവുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഈ പാനലിൽ ഉണ്ടാവുക. അത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. ഒരു കോടതി എടുത്ത് എന്താണ് ഒരു പെട്ടെന്ന് പോയി പറയുന്നതിനപ്പുറത്തോട്ട് എക്സ്പേർട്സ് ആണെങ്കിൽ കുറച്ചുകൂടെ കാര്യവിവരത്തോട് കൂടിയിട്ട് ആ കേസിനെ അനലൈസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് നോക്കുക, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെഗുലേറ്ററി ബോഡീസ് ഇതിൻ്റെ അണ്ടറിൽ വരാം. ഒന്നുകിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അത് വരാം. അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസ്, ഈ പറഞ്ഞ സെബി, IRBI ഒക്കെ റെഗുലേറ്ററി ബോഡീസ് ആണ്. ഇതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരാം? നമ്മുടെ ക്വാസി ജുഡീഷ്യൽ ബോഡിക്കകത്ത് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. കോടതി പെൻഡിങ്, നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊന്നും എഴുതി വെക്കരുത്, എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുകയാണ്. അതായത് കോടതിക്ക്
സാമ്യമായിട്ടുള്ളതും എന്നാൽ കോടതി അല്ലാത്തതുമായിട്ടുള്ള ബോഡിയാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി. കോടതി ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു സുപ്രീം കോടതി ജഡ്ജ് അങ്ങനെയൊന്നും തലവനാവണം, ചെയർമാൻ ആവണമെന്നില്ല, എക്സ്പേർട്സ് ആണെങ്കിലും മതി. അപ്പം അതുപോലെ പാനലിനകത്തൊരു എക്സ്പേർട്സ് കാണും. അതായത് ഒരു സ്പെസിഫിക് ഏരിയ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പരാതി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാസി ജുഡീഷ്യൽ ബോഡിയെ നിയമിക്കുന്നത്. അതുപോലെ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അവർക്ക് എല്ലാത്തിനുമുള്ള അധികാരമുണ്ട്, എങ്കിലും അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനൽ അല്ല. അതായത് ഈ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോവാം? സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കി വെച്ചേക്കാം. ഫീച്ചേഴ്സും ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് ചോദിക്കാം. അപ്പം അത് പഠിച്ചു വെക്കണം. നമ്പർ 1, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതുപോലെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. കൂട്ടത്തിൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ബാങ്കിംഗ് ഓംബുഡ്സ്മാന്, CAG, അതുപോലെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സെബി ഇപ്പോൾ പറഞ്ഞതുപോലെ, IRBA അഥവാ ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്ററി ബോർഡ് എന്നുണ്ട് കേട്ടോ, ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതെല്ലാം എന്താണ്? ക്വാസി ജുഡീഷ്യൽ ബോഡിക്കകത്ത് വരുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ലാത്തത് അല്ലെങ്കിൽ ആയിട്ടുള്ളത് ഏതൊക്കെ? അപ്പം 1 2 3 1 2 3 4 1 only 2 only അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നാലും എങ്ങനെ വന്നാലും നമ്മൾ ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുതെന്ന് ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണ്. മാക്സിമം പോയിന്റ്സ്, ഇത്രയും പോയിന്റ്സേ ഉള്ളെങ്കിൽ പോലും മാക്സിമം നല്ല രീതിയിൽ ആ ഒരു 4 5 പോയിന്റ്സ് കറക്റ്റായിട്ട് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക്ക് കിടക്കുന്നത് വേരിയസ് കമ്മീഷൻസ് ആണ്. അപ്പോൾ വേരിയസ് കമ്മീഷൻ എന്ന് പറയുമ്പം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പലതരം കമ്മീഷനുകൾ, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, അതിന് അപ്പുറത്തോട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കമ്മീഷനായിരിക്കും നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കകത്ത് വരുന്ന കമ്മീഷൻ പഠിക്കത്തുള്ളൂ. അത് അങ്ങ് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത ക്വാസി ജുഡീഷ്യൽ ബോഡീസിനെ പറ്റിയിട്ടാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്ത് പഠിക്കാം, അതല്ലാത്തവർക്ക് ഓൺ സെൻറ്റൻസിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തായിരിക്കും ഇനി വരുന്ന വീഡിയോസ് എല്ലാം ആഡ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് KSനും ഹെൽപ്ഫുൾ ആയതുകൊണ്ട് KS കാര്യം കൂടെ അത് നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.